ഗൈസ്, ഞാൻ ഈ പാതിരാത്രി ഒറ്റയ്ക്ക് എവിടേക്ക് പോണേന്ന് വിചാരിക്കണ്ടാവല്ലേ. പാതിരാത്രി ഒന്നും ആയിട്ടില്ല, വൈകുന്നേരം ഒരു 6:50 ആയിട്ടുള്ള. പിന്നെ ഇപ്പൊ പെട്ടെന്ന് ഇരുട്ടാവല്ലേ. വീടിന്റെ അടുത്തുള്ള അമ്പലത്തിക്കാണ് പോയേ. എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു തോന്നല്. അങ്ങനെ പോയി തൊഴുതു പോന്നു. അമ്പലത്തിക്ക് പോണോ എന്ന് വിചാരിക്കണ ദിവസം ഒന്നും പോകാൻ പറ്റാറില്ല. അങ്ങനെ പെട്ടെന്നൊക്കെ ഒരു തോന്നല് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഓടിപ്പടഞ്ഞ് പോവാറ്. വീട്ടിൽ വന്നപ്പോ ചായ കുടിച്ചു. ചായയും ബിസ്ക്കറ്റ് ആയിരുന്നു കേട്ടാ. ഇതേപോലത്തെ ബിസ്ക്കറ്റ് ആണെങ്കിൽ പിന്നെ ചായയിൽ മുക്കി തിന്നണം, അത് നിർബന്ധമാണല്ലോ. ഈ ബിസ്ക്കറ്റിന് കുറച്ച് അധികം മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്റെ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ മാറി വന്നേ. ഒരു 4 അടുക്ക് വെച്ചിട്ട് ചായയിൽ മുക്കിയിട്ട് വേണം കഴിക്കാൻ. ആഹാ. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. ബിസ്ക്കറ്റ് ചായയിൽ വീണാലും എനിക്ക് ഇത്ര വിഷമല്ലേ. ഇതൊക്കെ നിലത്താണ് വീണേ. അത് ഞാൻ തന്നെ വൃത്തിയാക്കണ്ടെന്നുള്ള ഒരു വിഷമാണ്. ആ വിഷമത്തിലിരിക്കുമ്പോഴാണ് ഈ 2 ചെറുതുകൾ കയറി വന്നേ. ഇത് നമ്മുടെ അവിടുത്തെ പിള്ളേരാണ് ട്ടാ. ഹലോ ഗൈസ്. അവര് പോയി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പൊന്നുവിന്റെ വീട്ടിലേക്കാണ് പോയേ. പ്രേതകഥ ഇരുന്ന് പറയാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് കേട്ടോ വെറ്റങ്ങളൊക്കെ. വെറുതെ വർത്താനം പറഞ്ഞിരിക്കണായിട്ട് സുഖം വല്ലതും തിന്നിട്ട് വർത്താനം പറയാനതല്ലേ. അതുകൊണ്ട് മിച്ചറും സർബത്തും ഈ പേരക്ക ഉപ്പുമുളക് ഇട്ടിട്ട് കഴിച്ചുട്ടാ. കഥ പറഞ്ഞ് രോമാഞ്ചം വരണമെന്നുണ്ടെങ്കിൽ പൊന്നുവിന്റെ അച്ഛൻ തന്നെ വേണം. അങ്ങനെ ഉറങ്ങി കിടക്കണ അച്ഛനെ വിളിച്ചു വരുത്തി ഞങ്ങൾ ഇവിടെ കുറഞ്ഞു കൂടെ കൂട്ടിന് അമ്മയും. അങ്ങനെ കുറെ കഥ പറഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോ പൊറോട്ടയും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി കഴിച്ചു. അപ്പൊ ഇത്രയുള്ള ശുഭദിനം.